അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് ശില്പ റോജി. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ പഴയ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ജർമ്മൻ ലാംഗ്വേജ് സ്റ്റുഡൻ്റാണ്. ഞാൻ 2019 മുതൽ ഇവിടെ വരാൻ തുടങ്ങിയതാണ്. എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. 2023 സെപ്റ്റംബർ 8 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 2 തവണ ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ നിയോഗം എപ്പോഴും ഞാൻ വെച്ചിരുന്നത്, എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഞാനും എൻ്റെ കുടുംബവും അമ്മയിൽ നിന്ന് ഈശോയിൽ നിന്ന് ഒരിക്കലും അകന്നു പോകരുത് എന്നതായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്, പ്രതിസന്ധികളെ ഉണ്ടായിട്ടുള്ളൂ. ബട്ട് അതിൽ നിന്നെല്ലാം ഒരിക്കലും ആ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരുപാട് നന്ദി. രണ്ടാമത് എൻ്റെ ഉടമ്പടി നിയോഗം, ഞാനും എൻ്റെ അമ്മയും കൂടെ ഒരുമിച്ച് ഒരേ ഉടമ്പടിയിൽ ചെയ്ത ഒരേ ഒരു നിയോഗം, സെയിമായിട്ട് ചെയ്ത ഒരു നിയോഗമാണ് ഞങ്ങളുടെ സ്ഥലം വിൽപ്പന. ഒരിക്കലും ആ സ്ഥലം വിൽപ്പന നടക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചല്ല. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ഡേറ്റ് ഇട്ട് കറക്റ്റ് ആ ഡേറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ആ സ്ഥല വിൽപ്പന വളരെ ഭംഗിയായിട്ട് വളരെ സമയചുരുക്കത്തോടു കൂടി ഞങ്ങൾക്കത് ചെയ്തു തന്നു. ഞങ്ങൾക്കത് സാധിച്ചു കിട്ടി. മൂന്നാമത് എൻ്റെ കാര്യമാണ്. ഞാൻ ഒരു ജർമ്മൻ ലാംഗ്വേജ് സ്റ്റുഡൻ്റാണ്. 2022 ഞാൻ +2 പാസ് ഔട്ടായത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജിന് പഠിക്കാൻ കയറി. 2023 ജൂൺ വരെ ആ പഠിത്തം കണ്ടിന്യൂ ചെയ്തു. കുറേ ലെവൽസ് ഉണ്ടായിരുന്നു, A1, A2, B1, B2. അത് മുഴുവൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് B2ൻ്റെ സർട്ടിഫിക്കറ്റാണ് ക്ലിയർ ചെയ്യേണ്ടത്. അവിടെ ചെന്ന് പഠിക്കാനായിട്ട് എനിക്ക് B2 വേണം. അതിനുവേണ്ടി പിന്നീട് ഞാൻ അതിൻ്റെ എക്സാംസ് എഴുതാൻ തുടങ്ങി. ഒന്നും എനിക്കൊരു മൊഡ്യൂൾ പോലും കിട്ടിയിട്ടില്ല. പലർക്കും ആദ്യത്തെയൊക്കെ എക്സാം എഴുതുമ്പോൾ ഒരെണ്ണമെങ്കിലും കിട്ടും. എനിക്ക് ഒരു മൊഡ്യൂളും പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് ഞാൻ വാക്ക് കൊടുത്തു. കൃപാസനം മാതാവിന് വാക്ക് കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ സെപ്റ്റംബറിൽ എനിക്ക് കോയമ്പത്തൂരിൽ എക്സാം ഉണ്ടായിരുന്നു, ലിസണിങ്ങും റീഡിങ്ങും. അതിനെനിക്ക് 2ഉം പാസ്സാകാൻ സാധിച്ചു. പിറ്റേ ദിവസം സെപ്റ്റംബർ 7 അതിൻ്റെ റിസൾട്ട് വന്നത്. സെപ്റ്റംബർ 8 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു 2023. അതിനുശേഷം പിന്നീടുള്ള എൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ, ബാക്കിയുള്ള മൊഡ്യൂൾസ് ജർമ്മനിക്ക് പോകുന്നതിന് മുന്നേ ബാക്കിയുള്ള മൊഡ്യൂൾസ് ക്ലിയർ ചെയ്യണം എന്നായിരുന്നു. അങ്ങനെ ഫെബ്രുവരിയിൽ കൊച്ചിയിലൊരു എക്സാം ഉണ്ടായിരുന്നു. അതെനിക്ക് റൈറ്റിംഗ് ആയിരുന്നു. അതെനിക്ക് പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ ജൂലൈയിൽ ട്രിവാൻഡ്രത്തൊരു എക്സാം ഉണ്ടായിരുന്നു, സ്പീക്കിംഗ്. അതെനിക്ക് ഇപ്പം ഓഗസ്റ്റ് 20 അതിൻ്റെ റിസൾട്ട് വന്നു. അന്ന് രാത്രി കഴിഞ്ഞ മിനിഞ്ഞാന്ന് രാത്രി റിസൾട്ട് വന്നു. അതെനിക്ക് പാസ്സാകാൻ സാധിച്ചു. ഈ എക്സാമൊക്കെ എഴുതുമ്പോഴും ഞാൻ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കളായ തൈലവും ഉപ്പും വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എക്സാംസ് എഴുതാൻ പോകുമ്പോൾ ഇപ്പം സ്പീക്കിംഗ് ആണെങ്കിലും തേനും തൈലമൊക്കെ ഞാൻ എൻ്റെ നാക്കിൽ കുരിച്ചിട്ട് വരയ്ക്കും. തേൻ അത് കഴിച്ചിട്ടേ ഞാൻ എക്സാംസിനെ അറ്റൻഡ് ചെയ്യാറുള്ളൂ, സ്പീക്കിംഗ് ആണെങ്കിൽ. അതുപോലെ തന്നെ ഉപ്പ് പിന്നെ വെള്ളത്തിനകത്തൊക്കെ ഉപ്പിട്ട് ഞാനത് കുടിക്കും. അതൊക്കെ കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സ്ട്രെങ്ത് നമുക്ക് കിട്ടും. അതിനുശേഷം പിന്നീട് ഞാൻ ഈ ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് എനിക്ക് എൻ്റെ വിസ വന്നു. ഇതിനോടകം കൊണ്ട് എൻ്റെ പ്രോസസ്സിങ് എല്ലാം ഞാൻ പഠിച്ച സ്ഥലത്ത് തന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. അവരത് കംപ്ലീറ്റ് ആക്കി തന്നു. അതിന് ഡിലേ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂ ആണെങ്കിലും എല്ലാം പെട്ടെന്ന് തന്നെ അമ്മയുടെ സഹായത്തോടു കൂടി തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു. B2 ഫുൾ മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞ് പറയും എന്നാണ് ഞാനിവിടെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് പറയുള്ളൂ എന്നാണ്. പക്ഷേ എനിക്ക് അതിന് സാധിച്ചില്ല. എനിക്ക് ഏജൻസിയിൽ പറയേണ്ടി വന്നു. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഓഗസ്റ്റ് 29 ജർമ്മനിക്ക് പോവാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. അടുത്ത എൻ്റെ നിയോഗം എൻ്റെ കസിൻ ചേച്ചിയാണ്, രേഷ്മ. അവൾ കാനഡയിലാണ്. അവൾ സ്റ്റുഡൻറ്റ് വിസയിലാണ് കയറി പോയത്. ബട്ട് അവൾക്ക് PR ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരുന്നു. കാനഡയിൽ ഇപ്പോഴത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ജീവിക്കാനായിട്ട്. PR ഇല്ലാതെ അതിനുള്ള ഒരു ജോബും ഇല്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ മാസം തന്നെ അവളുടെ നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാസം തന്നെ അവൾക്ക് വേറൊരു സ്ഥലത്തോട്ട്, കാനഡയിൽ തന്നെ വേറൊരു സ്ഥലത്തോട്ട് മാറുകയും അവൾക്ക് അവിടെ തന്നെ ഒരു PR ആവശ്യമായിട്ടുള്ള ഒരു ജോബ് നൽകി മാതാവ് അനുഗ്രഹിച്ചു.
അടുത്ത എൻ്റെ ഫ്രണ്ട് ഡോണ, അവളും ഇതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുവാണ്. അവളുടെ നിയോഗം ഞാനിവിടെ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ 2024 സെപ്റ്റംബർ ഇൻടേക്കിൽ വിത്ത് B2 ഫുൾ മൊഡ്യൂളിൽ തന്നെ പോകാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഈ സെപ്റ്റംബർ 1-ാം തീയതി ജർമ്മനിക്ക് പോവാണ് വിത്ത് B2 ഫുൾ മൊഡ്യൂൾ. അമ്മ മാതാവും ഈശോയും ചെയ്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ആദ്യമൊന്നും എനിക്ക് പത്രം വിതരണം ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഞാൻ ആദ്യമൊക്കെ അമ്മയുടെ ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒട്ടും തന്നെ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ അതിൻ്റെ കണ്ടൻറ്റ് നോക്കിയല്ല, ഞാൻ എൻ്റെ മിനിറ്റ് നോക്കിയാണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും കുറഞ്ഞ മിനിറ്റ് ഏതാണോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, കാരണം അത് പെട്ടെന്ന് തീരുമല്ലോ. പിന്നെ പത്രമൊക്കെ ആണെങ്കിലും ഞാൻ ഒരാൾക്ക് 2 വീതം വെച്ച് കൊടുക്കും, പെട്ടെന്ന് പരിപാടി തീരും. ആ ഒരു രീതിയിൽ കുറച്ച് ഉടായിപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ കയറിയ പിന്നെ ഞാൻ ഇതേവരെ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി. പിന്നെ സാക്ഷ്യങ്ങൾ എൻ്റെ വാട്സപ്പ് അക്കൗണ്ട്, ഫേസ്ബുക്ക് അതുവഴിയൊക്കെ ഞാൻ ഷെയർ ചെയ്തു. പിന്നെ എൻ്റെ ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്സിനൊക്കെ ഞാൻ പോസ്റ്റ് വഴി കൃപാസനം പത്രം അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് അനാഥാലയങ്ങളിൽ പോയി അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ ഭക്ഷണപ്പൊതി എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരു ദിവസം പറ്റുന്ന ദിവസം 4-5 പൊതിയൊക്കെ കാഞ്ഞിരപ്പള്ളി അവിടെ ഭിക്ഷ യാചിക്കുന്നവർക്ക് കൊണ്ട് കൊടുക്കും. പിന്നെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടാറുണ്ട്, യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അമ്മ മാതാവും ഈശോയും ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. സ്നേഹം നിറഞ്ഞവരെ, ശില്പ എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എത്രത്തോളം വിശ്വാസ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്രത്തോളമായിരിക്കും ദൈവവും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. നമ്മളോട് ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരി പറയുന്നതും അതുതന്നെയാണ്. ഉടമ്പടിയുടെ ആദ്യ നിയോഗമായിട്ട് കുടുംബം വിശ്വാസത്തിൽ വളരുവാനായിട്ട് ആഴപ്പെടുവാനായിട്ട് പ്രാർത്ഥിച്ചു എന്ന് ഈ സഹോദരി പറഞ്ഞു. അതുപോലെ തന്നെ തുടർന്ന് ഈ സഹോദരി പറയുകയായിരുന്നു, ഇവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൽ ഇവർക്ക് അനുഗ്രഹങ്ങൾ നൽകിയെന്ന്. ഉടമ്പടിയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൽ ഓരോ കാര്യങ്ങളിലും ശക്തമായിട്ട് ഇടപെട്ടു എന്ന്. നിരവധിയായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യം ഇവരുടെ കുടുംബത്തിൽ ഇവർക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതും ഇവരുടെ ഉടമ്പടി വിശ്വാസ ജീവിതത്തിൻ്റെ തീവ്രമായിട്ടുള്ള ആ ഒരു തീക്ഷ്ണതയുടെ ഫലമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. ഈ ഒരു കളങ്ങൾ അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.